കോൺഗ്രസുമായിട്ട് ഇനി സഖ്യം വേണ്ട എന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. സത്യത്തിൽ അത് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ തകർച്ചയുടെ തുടക്കമാണ് എന്ന് നമുക്ക് പറയാം. നേരത്തെ മമതയും ലാലുവും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനോട് കലഹിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ആം ആദ്മി പാർട്ടി കൂടി ഇത്തരത്തിൽ, പ്രത്യേകിച്ചും ഗുജറാത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അത് ഈ പ്രതിപക്ഷ മുന്നണിയുടെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു പ്രതിപക്ഷ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ പ്രതിപക്ഷ മുന്നണിയുടെ കെട്ടുറപ്പ് തന്നെ തകരുകയല്ലേ ചെയ്യുന്നത്. അല്ല, ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് ഈ CPM-ഉം അതോടൊപ്പം തന്നെ NCP-യും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള എല്ലാ പാർട്ടികളും ചോദിക്കുകയാണ്, ഇന്ത്യ മുന്നണി ഉണ്ടോ? ഇന്നൊരു ചോദ്യമാണല്ലോ. ഇന്ത്യ മുന്നണി എവിടെയാണ്? കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് അമിതമായ അധികാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട്, ഒരു മോഹം തലയ്ക്ക് പിടിച്ചുകൊണ്ട് കുറച്ച് പാർട്ടികളെ ഒരുമിച്ച് നിർത്തി മത്സരിച്ച് ജയിച്ചു. അതിൽ ഒരു കുറച്ച് കഴിവുള്ള ഒരു പാർട്ടിയായ SP ഉള്ളതുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലാതെ വെറും 99 സീറ്റാണ്. ബാക്കി ഏതെങ്കിലും, ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അല്ലേ അതെ നടന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ഓർത്ത് വയ്ക്കൂ. അങ്ങനെ നടന്നിരുന്നെങ്കിൽ സംഘടനാപരമായി അവർ എത്രത്തോളം ശക്തിപ്പെട്ടനെ. അങ്ങനെ പോലും കഴിയാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എത്രയോ ദിവസം അങ്ങനെ നടന്ന് നേടിയത് വെറും 99 സീറ്റാണ്. അത് നടക്കാതെ തന്നെ ഇതിനു മുൻപ് മൻമോഹൻ സിംഗ് 206ഉം 150-ലധികം 2 തവണയായിട്ട് അദ്ദേഹം 145 സീറ്റും. അതെ, അന്ന് മൻമോഹൻ സിംഗ് പിക്ചറിലില്ല. പക്ഷെ മൻമോഹൻ സിംഗ് 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് 206 സീറ്റുകൾ നേടി. അപ്പോൾ അതിനു പോലും കഴിവില്ലാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്നത്. നാം കണ്ടതാണ്, കെജ്രിവാൾ അടക്കമുള്ള AAP ആദ്യം തള്ളിപ്പറയുന്നു, NCP തള്ളിപ്പറയുന്നു, തൃണമൂൽ കോൺഗ്രസ് തള്ളിപ്പറയുന്നു, അങ്ങനെ നേതാക്കളും തള്ളിപ്പറയുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു DMK ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ തള്ളി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് നാം കാണുന്നത് ഈ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ അവരുടെ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിയല്ല വിജയിച്ചത്, എന്റെ NC പാർട്ടിയാണ്, അല്ലെ, നാഷണൽ കോൺഫറൻസ് ആണ് വിജയിച്ചത്. കാരണം നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല. പ്രചരണത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഒമർ അബ്ദുള്ളക്ക് വലിയ പരാതിയായിരുന്നു. അതിൽ ആ പരാതിയിലൂടെ തന്നെ മനസ്സിലാക്കി ഇന്ത്യ മുന്നണി നിലവിൽ കേവലം 12 സീറ്റിലാണ് അവിടെ വിജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെജ്രിവാൾ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഡൽഹിയിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. പഞ്ചാബിലാണെങ്കിൽ അവസ്ഥ വളരെ മോശമാണ്, ഭരണവിരുദ്ധ വികാരമുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലെല്ലാം യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് മാഫിയ വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുക. അതിൻ്റെ ഭരണവിരുദ്ധ വികാരം, അത്തരം പ്രശ്നങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്നത് AAP ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ളതിന് സംശയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ലക്ഷ്യമിടുന്നതാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ 2022 തെരഞ്ഞെടുപ്പിൽ 150-ലധികം സീറ്റുകൾ നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയത് BJP ആണ്. BJP അന്ന് വിജയം സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് വെല്ലുവിളിയായി മാറാൻ AAPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആദ്യം മത്സരിക്കുകയാണ്, 5 സീറ്റിൽ ജയിക്കുകയാണ് MLA ആയിട്ട്. ഇവർ 5 സീറ്റിൽ ജയിക്കുമ്പോൾ അവിടെ വെറും 17 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. BJPക്ക് 156-ലധികം സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അന്തരം വളരെ വലുതാണ് എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്തുള്ള ആളും 2ാം സ്ഥാനത്തുള്ള ആളും തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ അന്തരം കുറവാണ്. അത് കൃത്യമായി മുതലാക്കാനാണ് ഈ കെജ്രിവാളിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ്. 2027 തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തി BJPയെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നു. BJPയെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്തരം വലുതാണ്. പക്ഷെ അവർക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വളർന്നു വരാൻ കഴിയും. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കുറച്ച് നാളുകളായി തന്നെ പറയുകയാണ്, നരേന്ദ്രമോദി അമിത്ഷായും സ്വന്തം തട്ടകത്തിൽ തന്നെ പരാജയപ്പെടുത്തുമെന്ന്. എങ്ങനെ പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടാനിരിക്കുന്ന ഒരു നേതാവാണ് അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ വിജയിച്ചിരിക്കുന്നത് AAP ആണ്. അവർ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. അന്ന് അവർ ജയിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് പോയതാണ് കോൺഗ്രസ് ആണ്. അതും വലിയ ഇടിവാണ് വോട്ട് ഷെയറിൽ കോൺഗ്രസിന് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ പല നേതാക്കളും വിമർശനം ഉന്നയിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ CPM-നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്.
CPM അവിടെ ബംഗാളിൽ ഭരണം നടത്തിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ അവിടെ എത്രാമതാണ്? 3-ാം സ്ഥാനത്താണ്. 33 കൊല്ലം ഭരിച്ചത്. നിങ്ങൾ ത്രിപുരയിൽ ഭരണം നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയാണ് ഏറ്റവും അധികം സീറ്റ് നേടിയത്. BJPക്ക് പുറകെ തിമോർത്ത അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു രണ്ടാം സ്ഥാനം വന്നത്. 3-ാമതായിരുന്നു CPM. പക്ഷെ കോൺഗ്രസ് നേതാക്കൾ ബംഗാളിൽ CPM 4-ാമതാണ്. തൃണമൂൽ കോൺഗ്രസ്, BJP, കോൺഗ്രസ് 4-ാമതാണ് CPM വന്നിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, ഞങ്ങൾ 25 വർഷങ്ങളിലധികമായി ഗുജറാത്തിൽ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്തെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞങ്ങൾ 2-ാം സ്ഥാനത്താണ്. വോട്ട് വിഹിതം BJPയുമായിട്ട് വലിയ അന്തരമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്നും ആ മേഖലയിലേക്കാണ് ഈ AAP കൃത്യമായി തന്നെ വളരാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതായത് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചെടുക്കുക, അതെ, കോൺഗ്രസിന്റെ ജനപിന്തുണ അവരിൽ നിന്ന് തട്ടിയെടുക്കുക, അതാണ് ആം ആദ്മി പാർട്ടിയുടെ ഗുജറാത്തിലെ അജണ്ട. ഗുജറാത്തിലെ മാത്രമല്ലല്ലോ, ഡൽഹിയിൽ നാം കണ്ടിരുന്നു. ഡൽഹിയിൽ തുടർച്ചയായി തന്നെ 3 തവണ ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ AAP വരുന്നത്. പിന്നീട് നാം പഞ്ചാബിൽ കണ്ടു. പഞ്ചാബിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് AAP വരുന്നു. പിന്നീട് നാം ഗോവയിൽ കണ്ടു. ഗോവയിൽ BJPക്കെതിരെ നിരന്തരം പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ ആ കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കാൻ ഈ AAPക്ക് കഴിഞ്ഞു. അവർ 1-2 സീറ്റുകൾ അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നാം പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ഹിമാചലായാലും ഹരിയാനയായാലും പല സംസ്ഥാനങ്ങളിലും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെയാണ് അവർക്ക് കൂടുതൽ പരാജയപ്പെടുത്താൻ എളുപ്പമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വലിയ ശക്തിയുള്ള അവർ അവകാശപ്പെടുന്നത്. കാരണം പക്ഷേ അവർ അവകാശപ്പെടുമ്പോഴും 25 വർഷത്തിലധികം ആകാൻ പോവുകയാണ് അവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇരുന്നിട്ട്. ആ രീതിയിൽ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടൊരു സംസ്ഥാനം. പ്രത്യേകിച്ച് നാം ലോക്സഭ എടുത്തു നോക്കുകയാണെങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ 26 സീറ്റ് നേടിയത് BJP ആണ്. 2019 മുഴുവൻ സീറ്റും അവർ നേടി. 2024 വരുമ്പോഴാണ് ഒരു സീറ്റ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. എന്ന് പറയുമ്പോൾ 25 സീറ്റും ഇപ്പോഴും ഇരിക്കുന്നത് BJPയുടെ കയ്യിലാണ്. ആ രീതിക്ക് BJPക്ക് അടിത്തറയുള്ള സ്ഥലത്തേക്കാണ് AAP വളരുന്നത്. എന്തായാലും ഈ ജാതി ചോദിച്ചും മതം ചോദിച്ചും രാഹുൽ ഗാന്ധിക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിനൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്ത് മാറിയിരിക്കുന്നത്. ഇദ്ദേഹം ജാതിയും മതവും ചോദിച്ച് തമ്മിൽ തല്ലാൻ വേണ്ടി ജനങ്ങളെ ഇറക്കി വിടുമ്പോൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇറ്റലിക്ക് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയും ബ്രിട്ടന് വേണ്ടി സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ വിളിക്കുന്ന പേര് തന്നെയല്ലേ ഇറ്റലി കോൺഗ്രസ് ആണ്. അങ്ങനെ അദ്ദേഹം ഒരു സോണിയ കോൺഗ്രസിന് ഇറ്റലി കോൺഗ്രസ്സായി, ഇറ്റാലിയൻ കോൺഗ്രസ്സായി മാറ്റാൻ കഷ്ടപ്പെടുമ്പോഴാണ് AAP എന്തായാലും ഒരു ജനകീയ മുഖമായി വരുന്നത്. നമുക്ക് തുടക്കം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. മൃദു ഹിന്ദുത്വയിലൂടെയാണ് കെജ്രിവാൾ വളർന്നത്. ആം ആദ്മി പാർട്ടി കൃത്യമായി തന്നെ അദ്ദേഹം പണ്ട് പറഞ്ഞല്ലോ, നമ്മുടെ കറൻസി നോട്ടിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഉള്ള പരമ്പരാഗതമായ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഗണപതിയുടെ ചിത്രം ഗണപതി മാത്രമല്ല പതിപ്പിക്കണം. BJPയുടെ രാമൻ അദ്ദേഹം ചെക്ക് വയ്ക്കുന്നത് ഹനുമാനെ കൊണ്ടാണ്. കാരണം ഈ 2 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അദ്ദേഹം വിജയിച്ചു വന്നതിന് ശേഷം ആദ്യ സന്ദർശനം നടത്തുന്നത് ഹനുമാൻ ക്ഷേത്രത്തിലാണ്. നരേന്ദ്രമോദി പോലും ചിലപ്പോൾ വിജയിച്ചാൽ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ അതാണ് ആ ഹിന്ദുത്വം ഉണർത്തിയാണ്, മൃദു ഹിന്ദുത്വത്തിലൂടെയാണ് അദ്ദേഹം വളരാൻ ശ്രമിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി വരും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.